എന്തിപ്പോ ഇത്രയും വർത്താനം പറയല്ലേ? കൊറേ സമയമായല്ലോ. ലീവ് കുറേ ഉണ്ടോ? അപ്പോൾ ലീവ് 2 ദിവസം ഉണ്ടോ? 2 ദിവസമില്ല. 2 ദിവസം ഞാനില്ലേ ഇവിടെ തെക്കമ്പാട് ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷന് വണ്ടി വന്നത്. ഓ അങ്ങനെ വന്നേ. ടിക്കറ്റിന് ഭയങ്കര പൈസ അല്ലേ? ടിക്കറ്റിന് ഇപ്പൊ 57 58 ഇത്ര ഉണ്ടല്ലേ? അപ്പൊ ഞാൻ പറ്റാന്നല്ലേ? ശരി ശരി. അതാ സീക്കരാശേട്ടനല്ലേ? ആ, എന്തേക്ക് ഇങ്ങനെ വർത്താനം പറയാനല്ലേ? കൊറേ സമയമല്ലോ. അയാൾ അവിടെ ഒരു 2.5 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ടല്ലോ. അതാ അതിന്റെ രജിസ്ട്രേഷൻ കൊണ്ട് വന്ന്. അതാ ആ, അയാൾക്ക് ഭയങ്കര ബിസിനസ് അല്ലേ ഗൾഫിൽ? എത്ര പൈസ ആക്കിയാറോ? അവിടെ ഗൾഫിൽ ഒരു കള്ള് വിറ്റിട്ടുണ്ടാക്കിയ വിഷയല്ലേ? കള്ള് വെച്ചിടാ എന്താക്കി? നാട്ടിലല്ലല്ലോ, ഗൾഫിലല്ലേ? അയാൾ എവിടെ സ്ഥലം എടുത്തു, എത്ര പൈസ ആക്കി? എടാനു, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ് ആരാട്ടാ? അത് നിങ്ങളെ പൈസ ഉണ്ടാ? പൈസ ആകുമ്പോൾ എല്ലാവരും ഷെയർ ഇട്ടിട്ട് എടുക്കണം. എന്ത് ഷെയർ? എൻ്റെ പൈസ ഒന്നുമില്ല. നാരായണട്ടാ, പൈസ ആക്കാൻ ഈ ബിസിനസ് തന്നെ തുടങ്ങണമെന്നില്ല. നേരെ പണിക്കോ മതി. അല്ലാതെ ഈ അഗീനെ പോലെ പണിക്കോ തരുന്ന പൈസ ആവോ? പണിയെടുത്താലൊന്നും പൈസ ആയില്ലോട്ടാ. ബിസിനസ് തന്നെ നല്ലത്. വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ഷെയർ ഇട്ടിട്ടല്ലേ തുടങ്ങി. നമുക്ക് ഷെയർ ഇടാം. ഷെയർ ഇട്ട ബിസിനസ് ഒന്നും നടക്കില്ല ഇവനോട്ടാ. അല്ല പൊട്ടി പാളിസാവും. നിങ്ങൾ വേറെ നല്ല ഐഡിയ എന്തൊക്കെ പറയും. ആര് ഷെയർ ഇടാം? ഓക്കെ, ഷെയർ ഉണ്ടാ? 200 രൂപ. അനു നീല്ലേ? ആ, എന്നാ വാ. ഇതെന്നെ കാര്യം. നല്ല കാര്യത്തിന് ഷെയർ ഇടാൻ ഒറ്റ എഴുത്തല്ല. ഇങ്ങനത്തെ ഷെയർ ഇടാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അല്ല ഇനോട്ടാ, നമുക്കൊരു അര എടുത്തിട്ട് 4 ആൾക്ക് ഷെയർ ആക്കിയാലോ?